ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ എനിക്ക് സ്റ്റിക്കർ ഉണ്ടാക്കണം എന്നൊരു മോഹം തോന്നി. അങ്ങനെ ഞാൻ ദേ സ്റ്റിക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെയ്തിട്ട് പകുതി എപ്പോഴും ഓർത്ത് അയ്യോ വീഡിയോ എടുത്തില്ല. അപ്പം ഞാനങ്ങനെ പടമൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഓർത്തത് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ജെൽ പെൻ എടുത്തിട്ട് ഔട്ട്ലൈൻ പടമൊക്കെ വരച്ച് കളർ ചെയ്തുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുവാണ്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്തു. അങ്ങനെ ഇപ്പം ഇത് ഫുള്ളായിട്ട് ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ നോക്കി ക്യൂട്ട് സ്റ്റിക്കേഴ്സ് അടിച്ചിട്ട് എടുത്ത് വരയ്ക്കുന്നതാണ്. അതുകൊണ്ടായിട്ട് ഇത്രയും ഭംഗി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുണ്ടോ, ഇതൊക്കെ ഇത്രയും ഭംഗി വന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരയ്ക്കണം എന്നല്ല, ഇത് സത്യം ഞാൻ ഗൂഗിളിലൊക്കെ വരച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാട്ടോ ഇത്രയും ഭംഗി വരുന്നത്, അല്ലാതെ എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഒട്ടിക്കുന്ന അടുത്ത സ്റ്റെപ്പ് കണ്ടാലോ? ഓക്കേ, അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേപ്പാണ്. ടേപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനം പറിച്ചിടണം. ഇത് ഞാൻ അടയാളത്തിന് വേണ്ടി വെക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ ഈ ടേപ്പ് ഒട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തപ്പല് അതിനെ നമ്മൾ 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് തന്നെ ഞാനതിങ്ങനെ സെറ്റപ്പാക്കി. എന്നിട്ട് ഇപ്പോൾ നമുക്കിനി ഇതൊന്ന് മുറിക്കണം. മുറിച്ചാലാണ് സെറ്റപ്പ് ആവുള്ളൂ. ഇതെൻ്റെ ചുണ്ട് കണ്ടു, എൻ്റെ ചുണ്ടെന്തെങ്ങനെ ഇരിക്കുന്നേ കണ്ടോ, എൻ്റെ ചുറ്റിച്ചെടുത്ത് സാല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് മുറിച്ച് ഒട്ടിച്ച് എടുക്കണം. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് സെറ്റപ്പാക്കി എടുക്കുവാണ്. ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിക്കണം. ഒട്ടിക്കലൊക്കെ വലിയ ചടങ്ങുള്ള കാര്യമായിട്ട് ഗൈസ്. ഇത് ഭയങ്കര പാടാണ്. കയ്യിലൊക്കെ കുട്ടി കത്രികയിലൊക്കെ ഒട്ടി ഭയങ്കര ഇടങ്ങേറാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ടോ, ഇത് ഞാൻ ഫുള്ള് ഒട്ടിച്ചെടുത്തു. അപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്തതൊരു വലിയ മണ്ടത്തരമാണ് എന്ന് പറഞ്ഞ. സത്യത്തിൽ നമ്മൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെട്ടിയെടുത്തിട്ട് വേണം ടേപ്പ് ഒട്ടിക്കാൻ. സത്യത്തിൽ ഞാൻ ടേപ്പ് ഒട്ടിച്ചതിൻ്റെ വീണ്ടും ടേപ്പ് ഒട്ടിക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. പിന്നെ കണ്ടോ, എനിക്ക് എപ്പോഴാണ് മനസ്സിലായത് തന്നെ. സത്യത്തിൽ ഇതിനെ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് എനിക്ക് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ. അല്ല, അതിന് മുമ്പ് നമുക്ക് മനസ്സിലായെങ്കിലും എനിക്ക് എന്നാലും എന്തോ പോലെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ എല്ലാം സെറ്റപ്പാക്കി കണ്ടോ, ഞാൻ കാണിക്കുന്നുണ്ടോ, എനിക്ക് മനസ്സിലായി അത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ടേപ്പ് ഒട്ടിച്ചിട്ട് ഞാൻ വീണ്ടും ഒരു തവണയും കൂടിയും അതിൻ്റെ മോളിക്കൂടെ ടേപ്പ് ഒട്ടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 കൂട്ടി ടേപ്പിൻ്റെ തന്നെ ഞാൻ അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വൃത്തികേടായി. അതുകൊണ്ട് വൃത്തികേടായി എന്നല്ല, എന്നാലും നമുക്ക് വലിയൊരു ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ അത്രയ്ക്ക് ഇതുണ്ടാക്കില്ല. എനിക്കൊരു ആഗ്രഹമുണ്ട് എൻ്റെ സ്ഥലം മൊത്തം ഒരു ക്യൂട്ടായിട്ടിരിക്കണം എന്ന്. അതിൻ്റെ ഒരു ബോക്സ് തന്നെ ഒരു ക്യൂട്ട് ബോക്സ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിറച്ച് ക്യൂട്ട് സ്റ്റിക്കേഴ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരുന്ന ഇതുണ്ടാവും കേട്ടോ. ഇപ്പോൾ കണ്ടോ, മറിച്ച് ബാഗിൽ കൂടെ ഇപ്പോൾ ഞാൻ പേടിച്ചു കേട്ടോ. ഇപ്പോൾ സത്യത്തിൽ ഞാൻ ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പതിയെ അത് ക്യൂട്ട് ബുക്സ് ആക്കും. ഇനി ക്യൂട്ട് വേറെ എന്തെങ്കിലും ആക്കും. അങ്ങനെ നമുക്ക് ഓരോന്നൊക്കെ ആക്കി കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിത് വെട്ടി കഴിഞ്ഞിട്ട് കാണാം. അപ്പം നമ്മളിത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമുക്കിത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം വെട്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഓയിൽ പേപ്പറിൽ ഒട്ടിച്ചു കേട്ടോ. ഓയിൽ പേപ്പർ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയതാണ്. ഇതിലൊരു പേപ്പർ എടുക്കാനകത്ത് വെച്ചിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുക. അതിൽ ഉണ്ടാക്കി വെച്ചത് എൻ്റെ ഉമ്മച്ചി എടുത്ത് കളഞ്ഞു. കണ്ടോ, നല്ല രസമല്ല ഇത് കാണാൻ. ഉണ്ടാക്കി വെച്ചത് എൻ്റെ ഉമ്മച്ചി എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത ഇതായിരുന്നു ഗസ്. കാരണം ഓയിൽ പേപ്പർ ഇല്ലാത്തവരുടെ ഒരു വല്ലാത്ത ഇതായിരുന്നു, ഇടങ്ങിയായിരുന്നു. ഇതുണ്ടോ ഹലോ കിറ്റി. പിന്നെ ഈ ഒരു പൂച്ചത് എൻ്റെ കയ്യിൽ നിന്നിട്ടാണ്, അതുകൊണ്ട് തന്നെ മെയിനാത്ത ഇതും ഹലോ കിറ്റി ഗൂഗിളൊക്കെ വെച്ചാട്ടോ. ഇതൊരു പാൻറ്റാണ്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. എൻ്റെ ബാക്കിൽ ഓയിൽ പേപ്പർ കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ ഓയിൽ പേപ്പർ. ഇത് നെയിം സ്ലിപ്പാണ്, ഞാൻ വെറുതെ ഇന്ന് ഉണ്ടാക്കിയതാണ്. ഇതും ഒരു സ്റ്റിക്കർ. വാട്ടർമെലണിലുള്ളൊരു നെയിം സ്ലിപ്പ്, അത് സാധാരണ നെയിം സ്ലിപ്പ്. ഇതൊരു ബോ. പിന്നെ ആ ബോ ഒന്നും രസമില്ല, അതൊക്കെ എൻ്റെ കയ്യിൽ നിന്നിട്ടത്, അതുകൊണ്ടാണ്. പിന്നെ വീണ്ടും ഒരു ഹലോ കിറ്റി. എനിക്ക് ഹലോ കിറ്റിയുടെ പ്രാന്തായിരുന്നു കേട്ടോ. ഇതിൽ കുറേ ഹലോ കിറ്റി ഉണ്ട്. പിന്നെ ഒരു ഐസ്ക്രീം ഉണ്ട്. പിന്നെന്താ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേക്കും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.